ശാന്തമ്മ ഞാൻ ഇറങ്ങുക. ഇനി നിന്റെ വക പാല് ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ ശിവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോയിട്ട് വരേ. ഞാൻ താമസിച്ചോ ശിവ? ഇല്ല, പൊറോട്ട തികയോന്ന സംശയം. പശുവയ്ക്ക് ആള് കൂടുതലാ. ഈ പടം നല്ല ഓടുന്ന പറയുന്നത്. ഓടട്ടെ ഓടട്ടെ, പടം ഓടിയല്ലേ നമ്മുടെ കച്ചവടം ഓടൂ. അല്ലേ വാ. 2 ഡബിൾ ഓംലെറ്റ്. ശിവ, நீ இந்த நெருப்பு பக்கம் நின்று நல்லா தடி இல்லையா? சும்மா வாட்ட வேணடா, ஏன் கூட வா. சும்மா 4 காசு சம்பாதிக்கலாம். ആ കാശ് തടിക്ക് പിടിക്കില്ല ഗൗരി. ആട്ടെ, ഇന്ന് ആരുടെ തലയെടുക്കാനാ പോന്നത്? ഒരു കോള് കിടച്ചിരിക്ക്. കൊച്ചിക്ക് പോறோம். ഓ, എല്ലാം കൊച്ചിക്കാണല്ലോ വെച്ച് പിടിപ്പിക്കുന്നത്. കൊച്ചിയല്ലേ ഇപ്പൊ ഇവന്റെയൊക്കെ തലസ്ഥാനം. அதெல்லாம் நாங்க பாத்துக்கிறோம். கொஞ்சம் தண்ணி கொடு. ஏய், அந்த சிகரெட் எடுங்கடா. നീ ഇത് എവിടെ പോവാ? ഓംലെറ്റ് കരിഞ്ഞു പോവും. അല്ല, ആ വണ്ടിയിൽ ആരെയോ കെട്ടിയിട്ടിരിക്കുന്നു. നീ എന്നടാ சொல்ற? വന്ന് വേലയെ പാര്. അല്ല, ആരോ ഉണ്ട്. നിക്കടാ അവിടെ. സരോടാ, പിടിടാ. ശിവ വേണ്ട. പിടിടാ അവനെ. ഓടി വാ, ഓടി വാ. ചൊക്കലിയ ശിവ ഗൗരി என்னடா இங்க கேள? இங்க வாடா. ஏறு. மரியாதை ஜீப்ல ஏறா. ശാന്തമ്മേ. രാത്രി മുഴുവൻ സ്റ്റേഷനിലായിരുന്നു. കുറെ കടലാസിലൊക്കെ ഒപ്പുവെപ്പിച്ചിട്ട് പുലർച്ചെയാ വിട്ടത്. അപ്പൊ ആ കുത്തുകൊണ്ടവനോ ബോസ്? അയ്യോ, അയാൾ ആശുപത്രിയിലെത്തിയില്ല. അതിനു മുമ്പ് ഈ കുട്ടിയെ തൽക്കാലം പണിക്കരേട്ടന്റെ അടുത്ത് നിർത്താൻ SI മാം പറഞ്ഞു. നീ എന്തെങ്കിലും വന്നേ. പ്രായം തികഞ്ഞ പെൺകൊച്ച് എന്താ ഏതാണെന്ന് അറിയാനും വയ്യ. കുത്തും കേസും കോടതിയും പ്രശ്നങ്ങളും ഒക്കെ വേറെ. എന്ത് സമാധാനത്തിൽ നിർത്തിവിടാ? ഒരു കുടുംബല്ലേ? തന്നെയല്ല, ഇവിടെ ഇവിടെ കയറ്റി താമസിപ്പിച്ചു എന്ന് പറഞ്ഞ നാളെ ഗൗരി വടിയും വാളും ഒക്കെ ആയിട്ട് വരില്ലേ? അവന് വലിയ ശിക്ഷ കിട്ടുമെന്നാ SI മാം പറഞ്ഞത്. അവന്റെ ശല്യം ഉടനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇറങ്ങുമ്പോഴേക്കും ആ കുട്ടി ഇടാ എന്നൊക്കെ പറഞ്ഞ അവള് പാവാ പണിക്കരേട്ട. അനാഥാലയത്തിലായിരുന്നു. അതിന്റെ മാനേജർ ഒരു പെണ്ണുമ്പിള്ള ഇവിടെ പട്ടണത്തിൽ ഒരു ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഗൗരിക്ക് വിൽക്കുകയായിരുന്നു. ആയിക്കോട്ടെ, ഇതിപ്പോ അറിയിച്ച ആ അനാഥാലയക്കാർ വന്ന് കൊണ്ടുകൊള്ളൂലേ? അവളിനി അങ്ങോട്ട് പോവില്ല, ചീത്തയാവുമെന്ന്.
ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് ആ പണിക്കരേട്ടൻ്റെ അടുത്ത് നിർത്തുന്ന കാര്യം ഇനി നമ്മളും കൂടെ കൈവിട്ട ആ കുട്ടി വല്ല. ഏതായാലും തൽക്കാലം നിൽക്കട്ടെ. അതിനുമുമ്പ് ശാന്തമ്മയോട് ചോദിക്കണ്ടായോ? ശിവ, ഓ ഇങ്ങ് അത് തീരുമാനമായി. എന്ത്? കുടിക്കും മോളെ. പേരെന്താ? കനകം. ഇതാ അയസയെ കണ്ടു. കനകമാണ് ഒന്നാം സാക്ഷി. 2, 3 സാക്ഷി ഞാനും ശിവനും. ഞാൻ കാരണം. ഓ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്കും മോളെ. അന്നേരം ശിവൻ ഇടപെടാൻ തോന്നിയത് കനകത്തിന്റെ ഭാഗ്യം. അല്ല, അവൻ അങ്ങനെയാ. ഒരു കൊള്ളരുതായ്മയും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു കണക്കിന് പറഞ്ഞ കൊച്ചിനെ പോലെ തന്നെ അവനും. ആരുമില്ല. അമ്മയെ മോള് കഴിക്ക്. അമ്മയെ കണ്ട ഓർമ്മയില്ല. അച്ഛനും ചെരുപ്പ് തന്നാക്കുന്ന ജോലിയായിരുന്നു. മാരകമായ എന്തോ അസുഖം വന്ന് മരിച്ചു. അവനൊന്ന് കൊച്ചുകുട്ടിയാ. പിന്നെ അവന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും ഞങ്ങളൊക്കെ തന്നെയാ. ഉള്ള സൗകര്യത്തിന് ഇവിടെ ഞങ്ങളോടെ കൂടാന്ന് പറഞ്ഞാൽ അവൻ കേട്ടില്ല. പണിയെടുത്ത് ജീവിക്കണം, ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കണം. അതുകൊണ്ടെന്താ, ആ ബസ് സ്റ്റാൻഡ് തന്നെയാ ഇപ്പോഴും അവന്റെ താവളം. കോലം നല്ല ഐശ്വര്യ. ഇത് കണി കണ്ടോണ്ട് പണിക്ക് പോണതും നല്ല ഐശ്വര്യ. പക്ഷെ എന്നും ഇങ്ങനെ കോല വിടാൻ കനക ഇവിടെ കാണുമോ? നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. പണിക്കരേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. എന്നാ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാ. ആണോ? പിന്നെ കനകത്തിനെന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ? നമ്മുടെ കടയില് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന്. കടയിൽ വെച്ചാൽ നമ്മുടെ തട്ടുകടയല്ലോ. നന്നായി. അതൊന്നും ഉരുട്ടിക്കൊണ്ട് പോവാൻ ഞാനും ശിവനും പെടുന്ന പാടുമല്ലോ കുട്ടിക്കറിയോ? തന്നെയല്ല, ഇതൊന്നും പെമ്പിള്ളേർക്ക് പറ്റുന്ന പണിയല്ല. അല്ലെങ്കിൽ പിന്നെ ടൗണില് എന്തുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ആ, നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് എത്തിയോ പോയി വരാൻ പ്രയാസാ. ഒറ്റ ബസ്സല്ലേ ഉള്ളൂ. പിന്നെ അവിടെ താമസിച്ച് ജോലി ചെയ്യാന്ന് വെച്ചാൽ അതിന് പറ്റിയ പണി കിട്ടണ്ടേ? ചുരുക്കി പറഞ്ഞാൽ താമസിക്കാനൊരു സ്ഥലവും ചെയ്യാനൊരു ജോലിയും വേണമല്ലേ? ശരി, ഞാനൊരു ജോലി ഏർപ്പാടാക്കി തരാം. ഒരു വീട്ടുകാരിയുടെ ജോലിയാ. എന്താ ഈ പറയണേ? എന്റെ കാര്യമല്ല ശാന്തമ്മേ, നമ്മുടെ ശിവന്റെ. എന്താ? കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. പ്രാണന്റെ മുത്തേ നിൻ ചന്തമുള്ള മുത്തെല്ലാം മനസ്സിന്റെ മേട്ടിലായി നീ കുടഞ്ഞില്ലേ. നീ മെല്ലെ കൂട്ടുകൂടാൻ കൂടണഞ്ഞില്ലേ.
മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. ജീവിതച്ചില്ല താനെ പൂക്കുന്നേ ഇന്നെൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ. ജീവിതച്ചില്ല താനെ പൂക്കുന്നേ ഇന്നെൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ. കിന്നാര ചുംബനങ്ങൾ പഞ്ചാര കൊഞ്ചലോടെ നേദ്യം പോൽ പൂകിനിയൻ ചുണ്ടിലാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. അമ്മതൻ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നോ. അമ്മതൻ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നോ. പുന്നാര കുഞ്ഞിനെ നീ സമ്മാനം പോലെ വാങ്ങി ചൊരിഞ്ഞ ജന്മമാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. ചേട്ടാ, ശാന്തമ്മ ചേച്ചി വിളിക്ക്. ചേട്ടാ, ശാന്തമ്മ ചേച്ചി വിളിക്ക്. വിളിക്കാൻ. പണിക്കരേട്ടാ, നിങ്ങൾ കൂടി കയറിക്കോ, ഞാൻ ആ വയസ്സാരെ വിളിച്ചോട്ടെ. അയ്യോ സാരമില്ല. நீங்க கவலைப்படாதீங்க, இதெல்லாம் கண்ணம்மாவுக்கு ரொம்ப சகஜம். எல்லாம் கடவுளை காப்பாத்துவாரு. சீக்கிரம் உள்ளே போமா. പെൺകുട്ടിയല്ലേ? ആ, ഇന്ന് കാർത്തികയാ. ഈശ്വര. പിന്നെ കനകം. നമ്മുടെ കനകം.
கொஞ்சம் இடம் வேணுமா? கொஞ்சம் அம்மே தாயே, இடம் கூட, இடம் கூட. വെള്ളം തിളച്ചോ ശാന്തമ്മേ? ചായ കുടിക്കാൻ ആൾക്കാർക്ക് ഇപ്പൊ എത്തും. ചായ റെഡി, പലഹാരവും റെഡി. പിന്നെ ആ മീനാക്ഷി ഇങ്ങ് വിളിച്ചോ, അല്ലല്ല അത് അങ്ങനെ കിടന്നുറങ്ങും ഒന്നും കഴിക്കാതെ. ശരിയാണല്ലോ, ഇന്ന് ചന്തയുള്ള ദിവസമല്ലേ, ശിവൻ പോയി കാണും. മീനാക്ഷി, മീനാക്ഷി, ചാച്ചിക്കോട്ടോ, മോളിപ്പോ വരാം. ഉമ്മ ഹായ്, വന്നല്ലോ രാജകുമാരി. മോളെ ലക്ഷ്മി. എന്താ? ഞാൻ പഠിക്കാ. ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. ചേച്ചി ചായ കിട്ടിയില്ല. ഇപ്പൊ എടുക്കാം. എന്താ അച്ഛാ? മോളെ, നീ ഇവളെ അകത്ത് കൊണ്ടുപോയി മൊഹമൊക്കെ ഒന്ന് കഴിച്ച് പല്ലും തേപ്പിച്ചേക്ക് ഇവിടെ ചൂടായിട്ട് ഗ്ലാസ് പാല് കൊടുക്കാം. മോളെ, നീ അവനോട് ആ ചെട്ടിയാരുടെ പറമ്പിൽ പോയി കുറച്ച് ഇല മുറിച്ചോണ്ടിരാൻ പറ. അതിനവർ എണീറ്റിട്ട് വേണ്ടേ? ആമ്പിള്ളാര് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് പ്രയോജനമില്ല. ஐயா ஆண்டவன் இதுவரை வரலீங்களா? ആണ്ടവൻ താനേ കൊഞ്ചം ലേറ്റ് ആയാലും കണ്ടി. ആണ്ടവൻ വന്നല്ലോ. പൈസ കൊണ്ട് കളിക്കല്ലേ മോളെ. ഇതാ വേഗം ഒരു പുരന്തരേശ്വര ദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സങ്കടങ്ങൾ തീർക്കാനായി. ശീഘ്രം ചെല്ലണം, ബസ് പോയിടും. പൂർണ്ണമതം പൂർണ്ണമിതം. ഒരു പുരന്തരേശ്വരദാസൻ. ദാമ്പത്യ ദുഃഖം. കണ്ടവളുടെ കൂടെ പോയ ഭർത്താവ് ഇനിയും തിരിച്ചു വന്നില്ല അല്ലേ? ஆமா சாமி, அந்த ஆளு திரும்பி வருவாரா சாமி? വരില്ല, വരാൻ കഴിയില്ല. ആനമർദ്ദയാണ് കൈവശം കൊടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷെ വരുത്താം, ഒരു പൂജ വേണ്ടി വരും. ദക്ഷിണ. என்ன பூஜை வேணாலும் செய்யலாம் சாமி. ஆனா அந்த பிசாசு கிட்ட இருந்து என் புருஷன் வரணும். இந்தாங்க தட்சிணை. சாமி, கடவுளேശ്വര, ഭസ്മല്ലേ? എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. എന്താ ഭക്ത, ഒരു അവിശ്വാസം മാതിരി? അല്ല, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ ചില കള്ള സന്യാസിമാര് പുറപ്പെട്ടു പോകുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. സന്ദേഹമുണ്ടല്ലേ? തീർത്തു തരാം. 6 മാസങ്ങൾക്ക് മുമ്പ് മൂത്ത മകളെ നേഴ്സിംഗിനടക്കാൻ വെച്ചിരുന്ന പലിശക്കെടുത്ത പണം കള്ളൻ കട്ടുകൊണ്ട് പോയില്ലേ? വീണ്ടും ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പട്ടയം പണയത്തിന് വെച്ചില്ലേ? സ്വാമി, ഇങ്ങേരോട് പൊറുക്കണം, പരീക്ഷിക്കരുത്. പൊറുക്കാം, പക്ഷെ പൂജ വേണ്ടി വരും. ദക്ഷിണ. ശരി,
പുഴയോരത്ത് നാം ഇന്നു മുതൽ സ്ഥാപിക്കുന്ന ആശ്രമത്തിലേക്ക് വരിക. നാളെ പൂജാകർമ്മങ്ങൾക്കുള്ള ചാർത്ത് നാം അവിടെ വെച്ച് തരും. ശരി பணம் போச்சையா, பணம் போச்சு. എங்கே പോച്ചേ? அந்த பஸ்ஸுக்குள்ள வச்சு போச்சையா. വരുന്ന വഴിയിലൊക്കെ നോക്കിയില്ലേ? ஓகே ஐயா, எங்கேயும் கிடைக்கல. என் பணம் போச்சையா. ஒரு டீ சாப்பிடுறது கூட என் கை காசு இல்ல. எல்லாமே போச்சையா. സ്വാമി போச்சையா. ആ പണവും കൊടുത്തേരെ. അനാവശ്യം പറയരുത്. നോക്കട്ടെ. ശാപിക്കുന്നു, ശാപിക്കുന്നു. അങ്ങ് പോയാലോ. ഓ, വിട്ടീറാ, വിട്ടീറാ. ഓ, മോശമല്ലയോ? ദുഷ്ടരാ, ദുഷ്ടരാ. ഇതാണോ? എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. തോന്നിയിരുന്നോ? എന്നിട്ടാണോ സാബി സാബി എന്ന് പറഞ്ഞ് പറയുന്നത്? വൃത്തികെട്ടവൻ. ഓ, ഓ, ഓ. മെനക്കെട്ടത് വെറുതെ, എന്നാൽ തടി വട്ടത്തിൽ കിട്ടി. ഓം കിട്ടി ഒരു പുരന്തരേശ്വരദാസൻ അവതരിച്ചിരിക്കുന്നു. ജഗത്തിന്റെ സകല സങ്കടങ്ങൾ തൂത്തെടുക്കാനായി. ശിവനെന്നല്ലേ പേര്? ധർമ്മപത്നി വിട്ടുപോയി. ഏകമകൾ മീനാക്ഷി. താമസം ബസ് സ്റ്റാൻഡിൽ. നാട്ടിലെ സകലമാന കാര്യങ്ങളിലും മുമ്പൻ. പ്രധാന ലാവണം ചെരുപ്പ് കുത്ത്. പക്ഷേ കണ്ണുകൾക്ക് ചുറ്റും ഒരു ശാപ വലയമുണ്ട്. ബാധ കയറിപ്പോയി. പ്രതിവിധിയുണ്ട് മകനെ, പേടിക്കണ്ട. ഈ ചെരുപ്പൊന്നും ഒരിക്കാൻ ഞാൻ ഒന്ന് കണ്ടോട്ടെ. തൊട്ടശുദ്ധമാക്കരുത്. ഗുരു പുരന്തരേശ്വരദാസന്റെ പാദങ്ങളെ അലങ്കരിക്കുന്ന പാദകങ്ങളാണത്. അതായിക്കോട്ടെ, പക്ഷെ ഞാനുണ്ടാക്കിയ ചെരുപ്പ് എനിക്കൊന്ന് കണ്ടൂടെ? കൊല്ലം കൊറേ ആയി ചെരുപ്പ് കുത്താൻ തുടങ്ങിയിട്ട് സുന്ദര. എന്തോ 6 മാസം മുമ്പ് നീയും നിന്റെ നാടോടി കൂട്ടവും കൂടെ ഇവിടുന്ന് പോകുമ്പോ കരഞ്ഞ് വിളിച്ചുണ്ടാക്കിച്ചതല്ലേ എന്നെ കൊണ്ട് ഈ ചെരുപ്പ്? അന്ന് കരഞ്ഞു പിടിച്ച് ഉണ്ടാക്കിച്ചത് ഇന്ന് എനിക്ക് പാരയായിട്ട് മാറി. അല്ലെങ്കിൽ ഈ സാമിയാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടകാല. ഒരു സന്തോഷമില്ലെന്നേ. ഈ സാമിപ്പണി എപ്പ തുടങ്ങി? ഓ, ഒന്നും പറയണല്ലോ ശിവണ്ണ. ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ചെമ്പക അവളുടെ വീട്ടുകാരും കുറെ ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി തലയിൽ വെച്ച് തരും. വിറ്റ് കിട്ട് കാശിന്ന് നമ്മുടെ ചിലര് വല്ലതും വേണമെങ്കിൽ ചെമ്പകത്തിന് കാല് പിടിക്കണം. അപ്പൊ കണ്ട വഴിയാ ഇത്. നമ്മൾ ഈ നാടോടി ജീവിതം ആയതുകൊണ്ട് സകല മനുഷ്യന്മാരുടെ ഭാവിയും ഭൂതവും വർത്താനൊക്കെ അറിയാലോ. അത് വെച്ചൊരു കളിയാണ്. കൈനോട്ടം, സ്വാമിവേഷം, മഷിനോട്ടം, അങ്ങനെ പല വേഷമാണ്. ഒടുക്ക അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. അവരൊക്കെ എത്താറായോ? പിന്നെ കുമിളിയിൽ നിന്ന് കെട്ടിപ്പെറുക്കി പുറപ്പെട്ട് കാണും. പിന്നെ കൂട്ടത്തില് താമരയുണ്ട് കേട്ടാ. കൊച്ചു കള്ള, എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന വിചാരം. എന്തറിയാന്ന്? പോടോ അവിടുന്ന്. പോട്ടണ്ണ, ഞാൻ ചുമ്മാ. താമര വരുമെന്ന് അറിഞ്ഞപ്പോ ഇങ്ങനെ ഇക്കണക്കിന് അവള് വന്നാലോ. കാളിയമ്മ കാണുന്നു ഭസ്മാസുരന്റെ വരവ്. അവൻ വരുവാ, അവൻ വന്ന കമ്പനി പള്ളിക്കൂടം സിനിമാ കോട്ടെ എല്ലാമേ അവൻ വായിലാക്കും. അവനെ തുറന്നു വിട്ടത് യാര്? இந்த കാളിയമ്മയാക്കും. അവൻ എന്റെ ഉലകമേ മുടിച്ചിടും, ചുട്ടി ശാമലാക്കും. അച്ഛാ, ദേ കാളിയമ്മ. ഓ, തുടങ്ങിയ എല്ലാത്തിനെയും ഞാൻ ഭസ്മാസുരന് കൊടുക്കും. അച്ഛാ, എന്നെ എപ്പോഴാ സ്കൂളിലാക്കുന്നേ? ഇക്കൊല്ലം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഉടുപ്പ് മേടിച്ചു തരോ? നീലയും വെള്ളയും കൊടേ? ഓ, പക്ഷേ എന്നാറ്റി സ്കൂളിൽ കൊണ്ടുപോകും? അച്ഛൻ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ഒപ്പം സ്കൂളിൽ പോവായിരുന്നു. ഹായ് കാളിയമ്മ. നിന്നെ സ്കൂളിൽ കൊണ്ടുപോവാൻ ഒരമ്മ വേണമെന്നല്ലേ ഉള്ളൂ. അതിനെ നിന്റെ അച്ഛൻ വിചാരിച്ചാ മതി. അറിഞ്ഞോടാ, താമര വരണു. ഹായ് അച്ഛാ, താമരക്ക് വരുന്നു, താമരക്ക് വരുന്നു, താമരക്ക് വരുന്നു. ഇത്തവണ നീ പെട്ടത് തന്നെ മോനെ, പെട്ടത് തന്നെ. താമരക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു സന്തോഷമില്ലല്ലോ. മോള് സന്തോഷിച്ചു, അച്ഛൻ അത് മതി.
എന്റെ കരിമ്പിൻ ചക്കരേ. ഇവിടെ പൊറുക്കി. എന്നെ കേൾപ്പിക്കാൻ ആരുമില്ലേ? അയ്യോ അയ്യോ. വന്നിറങ്ങിപ്പോഴാ ചവിട്ടിക്കൂട്ടിയോ? എന്താ സുന്ദര, എന്താ എന്താ ഇവളുമാരോടൊക്കെ മുട്ടാൻ പോയ പ്രശ്നമാ? ഓ, സുര പറഞ്ഞ ശരിയാ. ഓ, ഈ പെണ്ണുങ്ങൾ വീഴുന്നതിനോ അല്ല വീഴ്ത്തുന്നതിനോ നീ ഇപ്പൊ വന്നതിന്റെ ഭാഗ്യം. ഓ ആ, ഞാൻ ലോഡും വണ്ടി എടുത്ത് പോയപ്പോഴാ സുന്ദരൻ ഇവിടെ പണിക്ക് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അല്ല, നിങ്ങളൊക്കെ എപ്പോ എത്തി? നിങ്ങളെന്ന് പറയുമ്പോ സുന്ദരനും വീട്ടുകാരും. വീട്ടുകാരെത്തിയിട്ടില്ല, പക്ഷെ എത്തും. അപ്പൊ താമരയോ? അയ്യോ, അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്ത്. താമരക്കൊരു സാധനം വാങ്ങിക്കാൻ പറ്റിരുന്ന 100 രൂപ ഇവിടെ എവിടെയോ പോയി. ഞാൻ ആരോട് നോക്കി ദൈവമേ. താമരക്ക് എന്ത് മേടിക്കാനാണ്? ഒരു സാധനം വാങ്ങിക്കാൻ പറ്റിരുന്ന 100 രൂപ. അത് പോട്ടെ സുന്ദര, അത് മതി, അത് മതി, അത് മതി. ഇതുകൊണ്ട് എല്ലാ സാധനവും വാങ്ങിക്കാം. ഓ, ഇന്ന് ഇനിയിപ്പോ പണിക്കേണ്ട കാര്യമില്ല. അതെന്താ? താമരക്ക് സാധനം വാങ്ങിക്കണ്ടേ? ഇവൻ ഇതിന്റെ ഒരു കെമിസ്ട്രി അറിഞ്ഞുകൂടാ, കള്ളൻ. സുരേ, നിന്നെ ഇന്ന് കണ്ടില്ലല്ലോ. ഓ, എന്റെ ശിവണ്ണ, കാല് കണ്ട ആളെ പറയാനുള്ള നിങ്ങളുടെ കഴിവ് സമ്മതിച്ചിരിക്കുന്നു. ആട്ടെ, എവിടെ മധുര മീനാക്ഷി? പണിക്കരിയേട്ടന്റെ കടയെ കാണും. ഇത് മിഠായിയാ, അവക്ക് കൊടുത്തരെ. അവിടെ വെച്ചേക്ക്, കൈ അഴുക്ക. അല്ല ശിവണ്ണ, നാടോടികൾ വരുന്നു എന്ന് കേട്ടു. ശിവണ്ണൻ അറിയില്ല ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അത് ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം സുരേ? താമര അറിയണ്ടേ? അറിയിച്ചല്ലോ, എത്ര വട്ടം. ഓരോ സീസണിലും അവള് വരുമ്പോ എനിക്കതല്ലേ അവളോട് പറയാനുള്ളൂ. എന്താ ശിവണ്ണ താമര എന്റെ ഉള്ളു കാണാത്തെ? അതെ, നീ ഈ ഉളി കൊണ്ട് ചങ്കൊന്ന് കീറി കാണിച്ചു കൊടുക്ക, അവള് മനസ്സിലാക്കട്ടെ. തമാശ പറഞ്ഞല്ലടാ, അതുമൊക്കെ ഒരു മാർഗവാ. പത്രത്തിൽ കണ്ടതാ. എങ്ങാണ്ടുള്ളൊരു പടം വരപ്പുകാരൻ അയാളുടെ കാമുകിക്ക് ചെവി മുറിച്ചു കൊടുത്തെന്ന്. മനസ്സ് നിറച്ചങ്ങ് ആഗ്രഹിക്കരുത് സുര. ഒരു പകുതി എപ്പോഴും കാലിയാക്കി വെച്ചേക്കണം. നിരാശ തോന്നിയാലും എടുത്തു വെക്കാൻ ഇടം വേണ്ടേ? അല്ലേ പിന്നെ നീ ഒരു കാര്യം ചെയ്, ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നത് കൊണ്ടങ്ങ് ഉദ്ദേശിക്ക. ഈ ശിവണ്ണൻ ഒരു മനസമാധാനത്തിനാ ശിവണ്ണന്റെ അടുത്ത് വന്നത്. ഉള്ള സമാധാനം കൂടെ പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോണേ. ശിവണ്ണൻ മനസമാധാനം കൊടുക്കാൻ പറ്റിയ ആളാ. ആ
മീനാക്ഷി ഐശ്വര്യമായി ഗണപതിക്കൊരു പൊട്ടുവേ. അങ്ങനെ താമരക്ക എവിടേക്കാ പോയി? നിറയെ സ്ഥലങ്ങൾ പാത്താച്ചു. ആനാ മീനാക്ഷിയെ പോലെ ഒരു പൂനക്കുട്ടിയെ എങ്കവേ പാത്തതില്ലേ. ശിവണ്ണയെ പോലെ നല്ലവരായ ഒരാളെയും. എന്റെ അച്ഛൻ പാവാ. മീനാക്ഷി, ശിവണ്ണ ഉന്നോട് എന്നെ പറ്റി ഏതാവത് പേശുമാ? നീ ആ കുളന്തയെ അനുപ്പിവിട്. നീ പേശാമേരി. മീനാക്ഷി ഞാനെ കൊണ്ടുവിട്. അതൊക്കെ നീ ഇവിടെ ആര്? അമ്മാവാ. അതില്ലാമേ സൂക്ഷിച്ച് നടക്ക്. ഓ അവിടെ തുടങ്ങി രണ്ടാളും. തന്തയാണെങ്കി ഇങ്ങനെ താമര ഒന്ന് പിടിച്ചു. എന്നെ ആരും പിടിക്ക വേണ്ട. ഇന്നത്തെ ശല്യം തീർന്നു. തണ്ണി ഊത്താത്ത ഒരു നാളാവധി ഇരിക്കുമോ? മീനാക്ഷി, അച്ഛാ കുളന്തയൊന്നും കഴിച്ചിട്ടില്ല. അച്ഛനും കിടക്കണം. ഓ അച്ഛനെന്താ താമരക്കേട് മിണ്ടാത്തെ? താമരക്കേട് അച്ഛൻ വഴക്കാ? ഏയ്, താമരക്ക പാവാ. ചെമ്പക അസത്താ. എനിക്കിഷ്ടല്ല. എന്റെ മോൾ ഉറങ്ങിക്കോ. ദേ അമ്മ. അമ്മ, അച്ഛൻ, ഞാൻ. അമ്മ, അച്ഛൻ, ഞാൻ. അമ്മ, അച്ഛൻ. ശിവണ്ണ, എന്നാച്ച് മോഹം വല്ലാതിരിക്കത്? ഉടമ്പ് ശരിയല്ലയാ? ഒന്നുമില്ല. ഇന്നലെ രാത്രി ശിവണ്ണ എന്നോട് ഒന്നും പേശാതെ പോയി. എനിക്ക് സങ്കടം വന്നാച്ചു. അത് മീനാക്ഷിയെ ഉറക്കാൻ കൊണ്ടുപോവാൻ. എനിക്ക് സന്തോഷായി. നീങ്ക എന്നോട് പേശിയല്ലോ. നാടോടിക്കൂട്ടത്തിന്റെ കൂടെ ഊരെല്ലാം സുത്തിയാച്ചു. ആന മനസ്സെങ്കിയായിരുന്നു. അല്ല, മീനാക്ഷി എങ്കിയായിരുന്നല്ലോ. താമരയ്ക്ക് ഇന്ന് ബൊമ്മക്കച്ചവടത്തിന് പോണ്ടേ? പോണം. ശരി. ശിവണ്ണ, അന്നേക്ക് ഞാൻ പോകുമ്പോ ഒരു കാര്യം ചൊല്ലിയാച്ചു. അതൊക്കെ മറുപടി. ഇറങ്ങി വാ വയൽപ്പെട്ട് ചേച്ചി. ഇറങ്ങ. 3 തവണ അമ്പലത്തിൽ വരണം, 3 തവണ പൊട്ടിൽ കെട്ടണം. ഒറ്റ തവണത്തെ വരവുകൊണ്ട് മതിയായി. ഇപ്പൊ തന്നെ രൂപ എത്രയാ പോയത്? ഒന്ന് മിണ്ടാതിരിക്കാൻ. പറയേണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്തടിച്ചോലെ പറയുന്ന ഈ ദാസമേനോட ശീലമാ. ഇത്രയും കാലത്തോട്ട് മനസ്സിലായില്ലേ എനിക്ക്? അയ്യോ, 50 പൈസകൾ ബാക്കി തരാനുണ്ട്. പൈസ ചില്ലറ 50 പൈസ. ഓ, ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവിയാക്കത്തില്ലായിരിക്കും. ചെവി കേൾക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാ പൈസ ഞാൻ നഷ്ടപ്പെടണോ? ഓ, എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാകും. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടി. പിടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായി. ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. കുട്ടി മറ്റിയൊന്നും ഇല്ലടോ. അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ നഷ്ടക്കച്ചവടാവുമെന്ന്. 50 പൈസ കൊണ്ടുപോയത്. ഇപ്പൊ തന്നെ 150 പൈസ പൊട്ടി. ഇനി അകത്തെ ദൈവങ്ങൾക്കുള്ള വീതം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടിഞ്ഞു. അല്ലേ തന്നെ വല്ല ഗുണവും കിട്ടുന്ന ഏർപ്പാടാണോ ഇത്? നീ ചെല്ല്.
2 രൂപയാണ് കേട്ടോ. ഇതൊന്നും ഇയാളെ കൊടുക്കണ്ട. 2 രൂപയും കൂടി കളയുന്ന ഏർപ്പാടാ. ഇയാളെന്തൊരു 2 രൂപ കൊടുക്കണം അറിഞ്ഞിരുന്നേ ചെരുപ്പിടാൻ സംഭവിക്കലായിരുന്നു. അയ്യോ ഈ ദാസേട്ടൻ്റെ ഒരു പിശുക്ക്. ഞാൻ കൈ പിടിച്ചോളാം. 2 രൂപ ലാഭം. ആ. അതെ 2 തയ്യല് അല്ല വേണ്ട അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1.5 രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും ഓ തരണ്ട. നല്ല മനുഷ്യൻ നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക് തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല അത് അവിടെ അകത്ത് തേക്ക്. അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് 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 പ്രസ് 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 പ്രസ്. എന്തൊരു ചൂടാ ഇവിടെ. നല്ല ക്ലൈമറ്റ്. എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഓ കാലത്ത് ഇങ്ങനെയും കർമ്മയോഗികളുണ്ടോ? പാവ കഷ്ടം. രാവിലെ ചെരുപ്പ് എന്നാക്കുന്നോട്ടും താങ്ങി 1.5 രൂപ ലാഭം. അതോ ഇനി അവൻ എന്നെ ആക്കിയതാണോ? എന്തെങ്കിലും ആട്ടോ 1.5 രൂപ. അന്യായ വെയിറ്റ് ആണ്. കാര്യം ദൈവങ്ങളാണെങ്കിലും ഇത്രക്ക് ഹെഡ് വെയിറ്റ് പാടില്ല. ഒരു ചായ വിടും. ആരൊക്കെ ഉണ്ട്? ആ ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, രാധാ, മാധവം. ഇതൊക്കെ ഇക്കാലത്ത് ആര് വാങ്ങാനാ? മനുഷ്യന്മാര് വാങ്ങിക്കും. അല്ലാതെ പിന്നെ ചെകുത്താന്മാര് വാങ്ങിക്കൂ? ചെകുത്താന്മാര് വാങ്ങിക്കില്ല, പക്ഷെ പുച്ഛിക്കും. അച്ഛാ ആ ഞാൻ കടയിൽ പോയിട്ട് ആ ആ ആ ആ ലിസ്റ്റ് കയ്യിലുണ്ടല്ലോ. ആ മകളാ? അല്ല മകൻ. എന്തൊരു ചോദ്യം. നഴ്സിംഗിന് പഠിക്കുക. സാറ് എവിടുന്നാ? മൂന്നാറിനടുത്താ. ഓ അമ്പലത്തിൽ വന്നായിരുന്നു. അതെ. അമ്പലത്തിൽ കുടുംബസമേതം വരണമെന്നാണ് ഇവിടുത്തെ ഒരു ഭാര്യ വന്നിട്ടുണ്ട് അമ്പലത്തിലാ. സാറിന്റെ കയറാഞ്ഞേ? 3 പ്രാവശ്യം വന്ന് തൊട്ടിൽ കെട്ടി ആട്ടിയാൽ കുട്ടികളുണ്ടാവും നമ്മളോട് ആരോ പറഞ്ഞു. അത് കേട്ട് വന്നിരിക്കുക. വെറുതെ കാശ് ചെലവാക്കാൻ. തൊട്ടിൽ കെട്ടി ആട്ടിയാലൊന്നും കുട്ടികളുണ്ടാവത്തില്ല. എന്താ പേര്? കേട്ടോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇവന്റെ സുന്ദരൻ. കണ്ടാലും തോന്നും. എന്താ എനിക്ക് തോന്നിയത്? അവിടെ നമ്പറല്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാൻ ആശിച്ചു വരുന്ന ആരെയും ദേവി വെറും കൈയോടെ വിട്ടിട്ടില്ല. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. സാറിന് വിശ്വാസമില്ല വരണ്ട, പക്ഷെ ദൈവദോഷം പറയരുത്. താമര ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല നൈസാണ്, നല്ല സോഫ്റ്റ് ആണ്. താമരപ്പൂ പോലെ സുന്ദരമാണ്. സുന്ദരം പോ. ചെല്ല് ചെല്ല്. மச்சானே இங்க வாரீங்களா? 8 9 10 இன்னைக்கு எவ்வளவு பொம்மை வித்தே? ഗണപതി 4, അമ്പാലിക്കണ്ണൻ 3, മഹാവിഷ്ണു 2, മുരുകൻ 5. விக்காத அந்த கண்ணன் எங்க? കണ്ണൻ ഇവിടെ ഓടിയിരുന്ന് കളിക്കുന്നുണ്ടാവും. பாரு என்கிட்ட விளையாடாத. ஒண்ணுனா கண்ணு இல்லனா காசு. எனக்கு இப்ப கிடைக்கணும். നീ പോയി പഴനിയാണ്ടവരോട് ചോദിക്കുക, അങ്ങേര് വരും കാശി. ஏய் ആണുങ്ങൾ അപമാനിക്കുന്നോടി. ஆணுங்களா? ஆணுங்களை பாக்கணும்னா இதோ அங்க பாரு. നേരം ഇരിക്കാണ്. ആ ചെരുപ്പുത്തിക്ക് നിങ്ങൾ വാരിക്കൊരു ഗ്ലാമർ കൊടുത്തു. നിത്യവും നിങ്ങളെ തലയെ ചോന്ന് നടക്കണ എനിക്ക് അതിന്റെ 10-1 ഗ്ലാമർ തന്ന. കലിയാണ് എനിക്ക് കലി, നിങ്ങളെ തിന്നാനുള്ള കലി. പക്ഷെ നിങ്ങളെ തിന്നാലേ തൊണ്ടയെ കെട്ടി ഞാൻ വടിയാവെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നില്ല. ശിവണ്ണോയ് ഇതിന്റെ വാറ് പൊട്ടി. നാളെ വാ. അയ്യോ അങ്ങനെ പറയാതണ്ണ, നടക്കാൻ പറ്റണില്ല. നാളെ കച്ചവടത്തിന് പോകണ്ടതാ. ശിവണ്ണന് രാപ്പകൽ പണിയുണ്ടല്ലോ. ഈ കാശൊക്കെ എന്ത് ചെയ്യണു? ടൗണിൽ ഒരു കട ഇട്ടൂടെ? കാശ് പോരെങ്കി ഞാൻ തരാം. മീനാക്ഷി ഉറങ്ങിയല്ലോ. ഞാൻ അകത്തോട്ടിരുന്നോട്ടെ? കൊണ്ടുവയ്ക്കാം. ഓ ഒരു സ്നേഹമില്ല. എന്താ ഇങ്ങനെയൊക്കെ? ഇതിന് ഞാൻ എന്താ തരേണ്ടത്? ഒന്ന് പോയി തന്നാ മതി.
പിശാചിന്റെ തള്ള. എന്താടാ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? എന്തേ നിനക്ക് ആരോഗ്യമില്ലേ? സൗന്ദര്യമില്ലേ? മനസ്സില്ല. നിനക്ക് ഈ പോയവളുടെ ഇളയതിനങ്ങ് കെട്ടിയാൽ എന്താടാ? താമരക്ക് എന്താണോ ഒരു കുറവ്? എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിത് പറയണം. നിനക്ക് വേണ്ടി അല്ലടാ. കൊച്ചിനെ ഉണർത്തരുത്. അപ്പൊ കൊച്ചിനെ കുറിച്ച് നിനക്ക് ബോധമില്ലാഞ്ഞിട്ടല്ല. എടാ, പെൺകൊച്ചിനെ വളർത്തണമെങ്കിൽ പെൺതുണ തന്നെ വേണം മോനെ. നമുക്ക് കാണാം. താമരേ, താമരേ, വന്നിട്ടൊന്ന് കാണാനൊത്തില്ല. അന്ന് നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഞാൻ ഓരോ ദിക്ക് ചെല്ലുമ്പോഴും തിരക്കും. എവിടെ കാണാൻ? സുര പോവുങ്കോ, എനിക്ക് കൊഞ്ചം ധൃതിയുണ്ട്. എനിക്കൊട്ടും ധൃതിയില്ല, ഞാനും വരാം. അത് വേണ്ട. എന്തിനാ താമര എന്നോടിങ്ങനെ? ശിവണ്ണം പറഞ്ഞ പോലെ ചങ്കു മാന്തിക്കീടി കാണിക്കണോ ഞാൻ? എന്താ നിന്റെ പ്രശ്നം? ഇഷ്ടമല്ലേ എന്നെ? പറയേ, ഇക്കാലം അത്രയും നിന്നെ കാത്തിരുന്നാണോ ഞാൻ ചെയ്ത കുറ്റം? എന്താണ് എന്റെ തെറ്റ്? പറഞ്ഞിട്ട് പോയാ മതി. പോട്ടെ, കരയില്ലേ, കരയില്ലേ താമരേ. ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്നോട് ദേഷ്യമൊന്നും അല്ല. இந்த பாலப்பன் எதுக்கு சிரிக்கிறது என்ன தம்பியோட சிந்தனை. எப்படி சிரிக்காம இருக்கும்? நாடோடி பெண்ணுக்கு நாடு, வீடு, குடும்பம், நல்ல கதை, ரொம்ப நல்ல. கடவுளே, அங்க தம்பி, நாங்க நாடோடி கூட்டம். நாடோடி புரிஞ்சுதா? என்ன புரிஞ்சுது? தமிழ் தெரியுமா? கொஞ்சம் கொஞ்சம் கொஞ்சம். நாடோடி நாடு ஓடி, நாட்டிலே இருந்து ஓட்டி விட்டவங்க. புரிஞ்சுதா தம்பி? நீங்க நாடு, வீடு, ஓட்டு எல்லாம் இருக்கிறவங்க. அதனால நேரடியா சொல்றேன், இந்த பார்ட்னர்ஷிப் நடக்காது. മോനെ, മോനെ, സുരമോനെ, ഒന്ന് നിക്ക് മോനെ. അങ്ങേര് പറഞ്ഞത് അങ്ങേർക്ക് ശരി. പക്ഷേ ഒരടിത്തറ അടച്ചുറപ്പുള്ളൊരു കുടുംബത്ത് എന്റെ വയറ്റിൽ പറഞ്ഞ് ഒരുത്തെങ്കിലും ചെന്ന് കയറണമെന്ന് എനിക്ക് ആശിക്കാമല്ലോ. താമര ലേശം വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് നടക്കുന്നോണ്ട് ചെല്ലുന്നിടത്തുനിന്നൊക്കെ ആലോചന വരും. ഒക്കെ ഇങ്ങനെ മുടക്കുകയും ചെയ്യും. ഇതിപ്പം മോന്റെ വീട്ടുകാർക്ക് വിരോധം ഇല്ലെങ്കിൽ താമരയെ ഞാൻ തരും.
സുരയുടെ കാര്യത്തിൽ ഉൻ മുഴുവന്നെ ഓ അവൾ அந்த ചെരുപ്പ് കുത്തിയതാ നനച്ചിട്ട് இருக்கு அதுதான் முடிவு ശിവൻ ഉന്നോട് ആരടി എന്നെ ഇരിക്കവര് സുരക്കോ വീട് ട്രാക്ടർ പക്ഷെ പിന്നെ ശിവനാണെങ്കിൽ ഒരു കുട്ടി ഫ്രീയാ. ആ அப்படி சொல்லி கொடுறா தாமரே இந்த இடத்தில் നിന്ന് தப்பிக்கிறதுக்கு கடவுள் தந்த வழிதான் இது நடந்துதான் தீரணும் അതിനാലെ ഇനിമേൽ നീ ശിവനെ பார்க்க കൂടാതെ മുടിയാതമ്മ. എടി ശിവന്റെ മീനാക്ഷിയുടെ കാര്യത്തിൽ എനിക്ക് വേറൊരു ആലോചനയുണ്ട്. ശിവന്റെ മീനാക്ഷിയുടെ കാര്യം ഓർത്ത് നീ കവലപ്പെട വേണ്ട. സമയമാവുമ്പോ അവര് നമ്മുടെ കുടുംബത്തിലേക്ക് വരും. அதுக்கான வழியும் எனக்கு தெரியும். என்ன தெரியும்? எனக்கு தெரியும்டி. பாக்குறதுக்கு இல்லனாலும் சிவன் கிட்ட நிறைய சொத்து இருக்கு. அவரையும் குழந்தையும் நான் பாத்துக்கிறேன். നടക്കാതെ. ഇത് നടത്തി വിട മാട്ടേ. അപ്പൊ താമരക്ക് സുരയും ചെമ്പകത്തിന് ശിവനും തള്ളയുടെ മുകളിലെ ബുദ്ധി കൊള്ളാം. ഇത് ഞാൻ പൊളിക്കും. പൊളിക്കണ്ടേ? പണിക്കോ അറിഞ്ഞില്ലേ? എന്ത്? താമരയും ശിവനും തമ്മിൽ സെറ്റപ്പ് ആയിരിക്കുന്നു. ആ മീനാക്ഷിയോട് ശിവനോടൊപ്പം ജീവിക്കാൻ താമര തയ്യാറായിരിക്കുന്നു. അവർ വിവാഹിതരാകാൻ പോകുന്നു. സുന്ദരനോട് ആരാ ഇത് പറഞ്ഞേ? ഞങ്ങളുടെ കുടുംബത്തിന്റെ ആലോചന ശിവന് മുമ്പിൽ വെച്ചു. ശിവൻ സമ്മതിച്ചു. ശിവൻ സമ്മതിച്ചെങ്കിൽ അതൊരു നല്ല കാര്യം. റേഷൻ കടയുടെ മുമ്പിൽ കൂടി പോരുന്ന വഴി ആരോ ശിവന്റെയും താമരയുടെ പേര് പറയുന്ന പോലെ തോന്നി. കേട്ടില്ലേ? പക്ഷേ ദീർഘപൊരുത്തം കാണുന്നില്ല. തുടങ്ങി തള്ളാം. എന്നാലും തിരക്കേടില്ല. മീനാക്ഷിയുടെ കാര്യം താമര നോക്കിക്കൊള്ളും. എന്നാലും നീ ഒരു സൂചന പോലും തന്നില്ല കേട്ടോ. എന്ത്? ഓ അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അല്ലേ? ആദ്യം നീ ഈ കാര്യം പറയേണ്ടത് എന്നോടാ. പറഞ്ഞില്ല, പോട്ടെ. എന്തായാലും കല്യാണമേ വേണ്ടെന്നുള്ള പിടിവാശി വിട്ടല്ലോ. പിന്നെ താമര നല്ല പെൺകൊച്ച, അവക്കും ഒരു താവളമായി. ആ ദേ വണ്ടി വന്നല്ലോ, നീ കടലോട്ട് വിട്ടോ. എടാ ഇത് നടക്കും, ഞാൻ നടത്തി തരും. ഓ ആളിരിക്കേ. എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ. വേണ്ട. കഴിച്ചില്ലെങ്കിൽ അച്ഛന് സങ്കടം വരും. അച്ഛൻ കരയും. അച്ഛൻ താമരയ്ക്ക് കിട്ടണം. മോളെന്തിനാ അതൊക്കെ തിരക്കുന്നത്? ഇത് കഴിച്ചേ. ഇല്ല എനിക്ക് വേണ്ട. കഴിക്കുന്നുണ്ടോ? മോളെ, അച്ഛന് താമരക്കെ കല്യാണം കഴിക്കാൻ പാടില്ല. അമ്മയ്ക്ക് വിഷമാവും. അമ്മ കരയും. അച്ഛൻ അമ്മയെ കരയിക്കണോ? വേണ്ട. അമ്മ കരയണ്ട. അമ്മ കരയണ്ട. എന്റെ പൊന്നുമോള് കഴിക്കും. റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഇത് എങ്ങോട്ടാ? നാട്ടിലേക്ക്. അമ്മയോടൊക്കെ ഒന്ന് പറയണ്ടേ? ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് സൂചിപ്പിച്ചിട്ടുണ്ട്? താമരയുടെ കാര്യം. അത് സെറ്റപ്പായി. ശിവനും താമരയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച്. എന്താ വിശ്വാസം പറഞ്ഞില്ലേ? നീ അങ്ങാടിലൊക്കെ ഇല്ലേ? അവിടെ നീയാണിപ്പോ സംസാര വിഷയം. ഹലോ, സുഖല്ലേ? ആരും കേട്ടില്ല. എന്താ സുര ഇത്? ഒരു വെളിവും ഇല്ലാതെ പേടിച്ചു പോയല്ലോ. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഉളി കൊണ്ട് ഉള്ളു കയറി കാണിക്കണം, ചെവി മുറിച്ചു കൊടുക്കണം. ആർക്കാടോ? ആർക്കാ? സുര, നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണിന് അല്ലേ? എന്റെ ചോര കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവളെ സിന്ദൂരം അടിയിക്കണം. കൊള്ളാം. സുര, നീ എന്താ ഈ പറയുന്നത്? പതിങ്ങിയിരുന്ന സൂത്രത്തിൽ ഇയാളെന്റെ മനസ്സറിഞ്ഞു. തക്കം കിട്ടിയപ്പോ എന്റെ താമരയെ താൻ തട്ടിയെടുത്തു. വീടും കൂടും ഇല്ലാത്തവന് നേരും നെറിയുണ്ടാവോ? സുര, ഞാൻ പറയുന്നത് അടുക്കരുത്. എനിക്ക് പ്രാന്തായിരിക്ക. കൂടപ്പുറപ്പിനെ പോലെ അല്ലടോ തന്നെ ഞാൻ കരുതിയത്. നശിച്ചു പോകടോ, താൻ നശിച്ചു പോകടോ, നശിച്ചു പോവും.
എങ്ക ഉന്നോട് ഞാൻ சொல்லுவது നിക്കടി അവിടെ ഉന്നോട് വിളയാട്ട എന്താ മോളെ എന്താ നീ അവളെ കത്തി കൊണ്ടു ചെല്ല. ഉന്നോട് തിമര ഞാൻ ഇന്നേക്ക് മുടിച്ചിടും ആ, ആ, ആ. താമരെ ഇറങ്ങി വാടി എന്താ വീട്ടുകാരിയൊക്കെ അവിടെ ഇതിനകത്തോട്ട് വേണ്ട. ഏൻ പുള്ള ഇറക്കി വിടയ്യ നിങ്ങൾ അങ്ങോട്ട് പോ പെണ്ണു പിള്ളേ. ശരി നമുക്ക് എന്ത് പാക്കലാ? நீங்க வேலை பாரு எடு தாமரை வெளி வாடி நான் தான் கூப்பிடுது உன் அம்மா மரியாதையா வெளி வா இல்லன்னா உள்ள வந்துடும் எடு தாமரை வெளி வரேன் வாடி விட என்ன செல்லம்மா எதுக்கு சத்தம் போடுறது என்ன விஷயம்? ஓஹோ விஷயமா தெரியணுமா? ஆமா அவளுக்காக நான் ஒரு தங்கமான பையனை பார்த்து வச்சேன் அப்ப அவள் என்ன சொன்னான்னு தெரியுமா? அவக்கு அந்த செருப்பூத்திய மதியன்னு நீங்க ஒரு ஆள் தான் இதுக்கெல்லாம் காரணம். சிவ உங்களது சங்காதி இல்லையா? நீங்களும் கூட சேர்ந்து தானே இதெல்லாம் செய்தது. செல்லம்மா நான் சொல்றது கேளு. சிவன் ரொம்ப நல்லவன். அவன் உங்க பெண்ணை நல்லா பார்த்துடும். நல்லா பாக்குமா? ஆமா. அவ எங்க படிக்கன்னு தெரியுமா? கடத்தினே தானே. என் பொண்ணு கடத்தினே படிக்கணுமா? கூடத்தும் ചെയ്തും കൈവശം കൊടുത്തു என் பிள்ளை மயக்க எடுத்து உங்களுக்கு ஒரு பெண்குழந்தை தானே பார்க்கல நீங்க அனுபவிக்கும். ഈശ്വര ആ ഗൗരിയാണല്ലോ അത്. അകത്തേറി പോ. അകത്തോട്ട് കയറി പോകച്ചേ. എന്താ പണിക്കർ സേട്ടാ പരോളില്ല 2 ആഴ്ച കാണും. அதுக்குள்ள 6 கொல்லம் முன்னாடி ஒரு கணக்குண்டு அது இப்ப தீர்க்கணும். எங்க அவன்? ആര്? சிவன். അവനിപ്പോ ഇങ്ങോട്ട് വരാറില്ല. വരാറില്ല? വരാറില്ല. ஒரு மூணு பார்க்கலாம். 3 டீ கொடு. டேய் சரவணா வாடா. ஏய் வாடா சீக்கிரம் சொட்டை தலையா. 3 സ്ട്രോങ് ചായ എടുത്തേ. അതെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ശിവ ശിവ നീ ഇപ്പൊ കടയിലോട്ട് പോണ്ട. ഇറക്ക് ഇറക്ക് ഇറക്ക്. നീ നീ ഇപ്പൊ കടയിലേക്ക് വരണ്ട. ആ ഗൗരി വന്നിട്ടുണ്ട്. എന്റെ മീനാക്ഷി അവള് ശാന്തമ്മയുടെ അടുത്തോട്ട്. അവൻ കരുതിയാ വന്നിരിക്കുന്നേ. തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. டீ நல்லா இருக்கா? நல்லா இருக்கு. சூப்பரா இருக்கு இல்லையா? இங்க கிடைக்கிற டீல சக்கரை அதிகமா இருக்கும். എന്താ കണ്ടോ? ശിവൻ ഇവിടെങ്ങും ഇല്ല. എന്നെ പറയാൻ പറഞ്ഞു അല്ലേ? ഗൗരി പോയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും വാ. വരണമല്ലോ. വാടാ. പോയിട്ട് വരട്ടുമ്പോ പണിക്കർ സേട്ടാ. ஏன் கைப்படாம இவன் எங்க போகும்? ഞാൻ അപ്പോഴേ പറഞ്ഞത് അവരോട് മാറിക്കോളാൻ. ഇനിയിപ്പോ എന്തൊക്കെയാവോ? சிவா பாலிஷ் பண்ணடா. என்ன பயந்தாச்சா? கௌரி திரும்பி வரும் நீ நினைக்கவே இல்லை இல்லையா? ഗൗരി ഉപദ്രവിക്കരുത്. എല്ലാം മറക്കണം. മറക്കാൻ സൗകര്യമില്ലടാ. സ്ത്രീപീഡനം, ആളെ തട്ടിക്കൊണ്ടു പോക്ക്, കൊலை குற்றம் எல்லாம் கூட சேர்த்து எனக்கு ஜீவபர்யந்தம் வாங்கி தந்தது நான் சும்மா மறக்கணும் அல்லடா. அந்த கணக்கு இன்னைக்கு முடிச்சிடலாமா? പരോൾ ഇറങ്ങിയത് തന്നെ നിന്നെ ശരിക്കൊന്ന് കാണാനാ.
ഗൗരി ഗൗരി അവനൊന്നും ചെയ്യരുത്, അവനൊന്നും ചെയ്യരുത് ഗൗരി. മോളെ നിന്റെ മോള കൊള്ളാം, വളരട്ടും വളരട്ടും. ഗൗരി മാമ ഒരു മുത്തം തരട്ടുമാ. അവളോ അൻപാ, കൊണ്ടുപോയി വളർത്ത്. ഒരു 8-10 വർഷം കഴിഞ്ഞോട്ടെ, ഇവളുടെ തള്ള കണകവും നീയും കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. ഇവളെ കൊണ്ട് വാടാ. ആര് നിക്കടാ? എടാ, ഞാൻ എന്നേക്കുമായി പോവാണെന്ന് കരുതി നീ സമാധാനിക്കണ്ട. ഞാൻ വരും, ഇനിയും വരും ഇവളെ കൊണ്ടുപോകാൻ. பொம்மை வேணுமா? பொம்மை. அம்மா, பொம்மை வேணுமா? கணபதி இருக்கு, முருகன் இருக்கு, குருவாயூரப்பன் இருக்கு. ஏதாவது வேணுமா? வேண்டாம் வேண்டாம், ஒண்ணுமே வேண்டாம். பொம்மை வேணுமா? வேணுமா? பொம்மை. பொம்மை வேணுமா? பொம்மை. വെറുതെ വെയിലും കൊണ്ട് നടന്ന് കരുവാടിക്കണ്ട വല്ല കാര്യം ഉണ്ടടി നിനക്ക്? ആ സുര വന്ന് വിളിച്ചപ്പോ നിനക്ക് പോവായിരുന്നില്ലേ? ആ അല്ല, നിന്റെ ശിവൻ പ്രസാദിക്കോ? കണ്ടിപ്പാ കടവുൾ കാപ്പാത്തും. കാപ്പാത്തും കാപ്പാത്തും. കടവുളെ ഉണ്ടാക്കി വിറ്റ് തിന്നുന്ന നിന്നെയൊക്കെ എങ്ങനെയാടി കടവുൾ കാപ്പാത്തുന്നേ? കടവുൾ കോപം നിറയെ വാങ്ങി വെച്ചിരക്കേ. മീനാക്ഷിയെ കടയിലേക്ക് വിടാഞ്ഞ എന്തേ? കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ലല്ലോ. മണി 10 ആ താമരയുടെ അടുത്തെങ്ങാനും കാണും ചേച്ചി. അവിടെ ഞാൻ ആദ്യം നോക്കി. ആ തള്ളയുടെ വായിലിരിക്കണ മുഴുവൻ കേൾക്കുകയും ചെയ്തു. എന്നാൽ ആ പിള്ളേരുടെ കൂടെ കാണും കളിക്കുന്നുണ്ടാവും. എന്റെ പിള്ളേരോ? അവരിതാ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലായിടത്തും നോക്കിയിട്ടാ ഞാൻ നിന്റെ അടുത്ത് വന്നത്. മീനാക്ഷി, 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 മീനാക്ഷി. മീനാക്ഷി, 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 മീനാക്ഷി. മീനാക്ഷി, മോളെ. അച്ഛാ, ഇത് അമ്മയ്ക്ക് മാല. മോളെന്താ പറയാതെ പോന്നെ? എനിക്ക് സങ്കടം വന്നാ ഞാൻ ഇങ്ങോട്ട് പോരുമെന്ന് അച്ഛൻ അറിയില്ലേ? എന്താ ഇപ്പൊ സങ്കടം വരാൻ?
എന്താ അച്ഛാ? അച്ഛാ, 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 എന്താ അച്ഛാ? ഏതായാലും 2 ദിവസം അവിടെ കിടക്കട്ടെ. പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിട്ടല്ല. എന്നാലും ഈ അവസ്ഥയിൽ ഒരല്പം റെസ്റ്റ് കിട്ടുന്നത് നല്ലതാണ്. വേറെ എവിടെങ്കിലും കാണിക്കുന്നതുകൊണ്ട് ആയിക്കോട്ടെ. എന്നാലും അവരും ഞാൻ പറഞ്ഞത് തന്നെ പറയൂ. ഒരു പണിയെടുക്കരുത്, ചെറിയ ഭാരം പോലും പൊക്കരുത്, കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശിവൻ അതൊന്നും ഇത്ര ഗൗരവമായി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് പറയാനുള്ളത് അയാൾ റെസ്റ്റ് എടുക്കണമെന്ന് തന്നെയാ. അതല്ലെങ്കിൽ ഇനി നിമിഷം പ്രതി വഷളാകുകയുള്ളൂ. പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ. എന്താ പറഞ്ഞത്? ഡോക്ടർ പറയുന്ന കേട്ടപ്പോ ഞാനും സർവാംഗം തളർന്നുപോയി. അങ്ങേര് പറഞ്ഞത് മുഴുവനായിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഈ കുറെ കാലമായിട്ട് തുകലിന്റെ പണിയല്ലേ, അതും പലരും പലയിടത്തും ചവിട്ടി നടന്ന പഴയ ചെരുപ്പുകൾ, പിന്നെ റോഡ് വക്കത്തെ പൊടിയും. രക്തം ദുഷിക്കും. ആദ്യം ചൊറി പോലെയോ ചിരങ്ങ് പോലെയോ വരും അത്രേ. പിന്നെ അത് പൊട്ടി ദേഹം മുഴുവൻ വ്രണമാവും. പിന്നെ എല്ലൊക്കെ ദ്രവിച്ച് മാംസം അടർന്നു പോകാൻ തുടങ്ങും. ഈശ്വര, ഇത് എങ്ങനെ ശിവനോട് പറയും? അതൊക്കെ അവനറിയാം. ഡോക്ടർ തന്നെ അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മളെ വിഷമിപ്പിക്കട്ടെന്ന് കരുതിയാവും പാവം. ഇതിന് മരുന്നൊന്നും അതുകൊണ്ടൊന്നും ഇനി കാര്യമില്ലെന്നാ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞത്. പിന്നെ വേദന അറിയാതിരിക്കാനുള്ള എന്തോ ചില ഗുളികകൾ, അതേ ഉള്ളൂ. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉള്ളപ്പം എനിക്ക് മരുന്നും വേണ്ട, ഡോക്ടറും വേണ്ട. ആ മതി മതി, 2 ദിവസം കൂടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് നിന്റെ നിർബന്ധം കൊണ്ടാ ഇങ്ങോട്ട് പോന്നേ. അതെ, സൗകര്യമായിട്ട് കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അടങ്ങി കിടന്നോണം. ഈ കട്ടിലേന്നൊന്ന് താഴെ ഇറക്കിയാ മതിയായിരുന്നു. കടന്നിട്ടൊരു മാതിരി. താഴെ ഇറക്കാൻ സമയം ആവട്ടെ മോനെ, അപ്പൊ നീ പോലെ അറിയാതെ താഴെ ഇറക്കി കിടത്തിക്കോളും. അതെ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ ഒരു കാര്യം പറയട്ടത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പ്രാന്താണ്, പ്രായമായിരുന്നു, ഞാൻ നോക്കൂല. ഈ ഒലക്ക വെച്ചിട്ട് വീട്ടിൽ തന്നാണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ ഓരോ വിളിച്ചു പറയാ. ശിവൻ എന്നോടല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ കർക്കിടകത്തിലെ കറുത്ത വാവ് കഴിഞ്ഞാ പിന്നെ നിനക്ക് മഴയില്ല. വരാനുള്ളതൊന്നും വഴിമാറി പോവില്ല മോനെ. എടി താമരേ, ആ ചെമ്പത്തേക്ക് വല്ല ഉദവിയും ചെയ്യக்கூടാതെ അവനക്ക്. നാളെ വ്യാപാരത്തേക്ക് പോകണമെങ്കിൽ കൃഷ്ണനെയും ഗണപതിയും ഒക്കെ ഉണ്ടാക്ക വേണം. എന്നടി ഉനക്ക് ഉടമ്പ് വലിയ എഴുന്നേക്കടി. എടി നിന്നോടാ പറഞ്ഞ എഴുന്നേക്കാൻ. ഞാൻ കാണുന്നുണ്ട് 2-3 ദിവസമായിട്ടുള്ള നിന്റെ ഈ മൂടിക്കെട്ടിയിരിപ്പ്. ചെന്ന് വേല പാര്. വേല താൻ മുഖ്യം. കടവുളിട്ട് കയറുന്ന അരി നമ്മുടെ വായി തന്നെ വീഴണം. അതിനെ അരി വീഴുന്നിടത്ത് വായ ഉണ്ടാവണം. കടവുളെ വിചാരിച്ച് ചെല്ല്. കടവുള ഉണ്ടാക്കിയിട്ട് കടവുളോടെ കോപമില്ലാതെ വേറെ എന്ത് കിട്ടും? ഇന്ത വേല നമുക്ക് വേണ്ട. ഇന്ത വേല വേണ്ടാമാ? മനസ്സിലായി മനസ്സിലായി. ആ ചെരുപ്പൂത്തിക്ക് മഹാരോഗം വന്നതിന് കടവുൾ എന്ത് പഴച്ചു? ദേ, രാത്രിക്ക് മുന്നാടി നാളെ വിൽക്കാനുള്ള ഗണപതിയെ ശിവനെ ഒക്കെ റെഡി ആവണം.
ഇല്ലെങ്കിൽ നീ വല്ല ചെരുപ്പ് കൂത്താനും പോയിക്കോ. അല്ല പിന്നെ പെണ്ണുടെ ഒരു തിമിര് വേല വേണ്ട പോലും. എന്താ പേര്? പോടാ പട്ടി. ഇതിങ്ങനെ പറ്റൂല. ഹലോ, ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ, ജനങ്ങളെ ഓടി വരൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. നമുക്ക് സംഘടിക്കണം. വോട്ട് മേടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഇവിടുത്തെ സർക്കാരിനെതിരെ മാർച്ച് നടത്തി, പിക്കറ്റ് നടത്തി, ധർണ നടത്തി, ഇവിടുത്തെ വാട്ടർ അതോറിറ്റി ആഫീസ് നമുക്ക് പൂട്ടിക്കണം. വെല്ലുമിറ്റൊക്കെ തളഞ്ഞുടഞ്ഞ് നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നിങ്ങണത് നല്ല ഉഷാറായിട്ട്, നല്ല സ്റ്റാമിന ആയിട്ട്. നിങ്ങളൊക്കെ ഇവിടുത്തെ വാഗ്ദാനങ്ങളാണ്. എങ്ങനെയാണ് വിളിച്ചങ്ങള്? ഈ കുലാം സിന്ദാബാദ്, ഈ കുലാം സിന്ദാബാദ്, ഈ കുലാം സിന്ദാബാദ്. ആരും വിളിക്കല്ലേ? ആ വിളിക്കുന്നേ, വിളിക്കണം. ആഹാ, അപ്പൊ ഒന്നും പിടിയിട്ടില്ലല്ലേ? ഇതേതാ രാജ്യം? എടോ, ഇന്ത പൈപ്പിൽ നിന്ന് വെള്ളം വരാതെ. അതുകൊണ്ട് നമുക്ക് സമരം ചെയ്യണം. ஒண்ணுலங்க சாமி, இந்த இடத்துல சமர சிவரம் ஒண்ணும் வேண்டாம். இங்க வாட்டர் ஆபீஸ் கிடையாது. தண்ணி ഇവിടെ ഭൂമിക്ക് கீழே இருந்து வருது. இங்க பாருடா திருட்டு முண்டா. பாரா அந்த மூஞ்சில இருக்கிற கண்ணட ஒரு பாரு. എന്റെ അമ്മോ, വെള്ളം വന്ന്. അപ്പൊ നാട്ടിലെ ഉടായ്പ പരിപാടി ഒന്നും നടക്കൂല. പണിയെടുക്കേണ്ടി വരും തായേ. എന്റെ ശിവ, നീ ഇനി ഈ പണിയൊന്നും ചെയ്യണ്ട. അപ്പൊ കടയിലേക്കുള്ള വെള്ളം അതിനൊക്കെ വേറെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അക്ക സൗഖ്യമാ? താങ്ക് യു. നല്ല വൃത്തികെട്ട അക്ക. ഇത് പൊക്കാനും പറ്റില്ല. പേടിപ്പിച്ചു കളഞ്ഞു. ഒന്ന് മാറി തരണേ സൈഡ് പ്ലീസ്. ഇതാണ് ബിജുക്കുട്ടൻ, എന്റെ വകയിലെ ഒരു അകന്ന അനന്തരവനാ. കൊച്ചിയിൽ ഇറക്കുമതി. കടമക്കുടിന്നാണേ. അല്ല, ഈ ചേട്ടനാണ് ഒരു ഇഷ്ടിയ പോലും പൊക്കാനാവതില്ല എന്ന് അമ്മാവൻ പറഞ്ഞത്. ഇതൊന്നല്ലല്ല, ഒരു ലോഡ് ഇഷ്ടിയ പൊക്കാനുള്ള അവധി ഉണ്ടല്ലോ. എന്നെ പോലെ നല്ല നാമക്കൽ ബാടിയല്ലേ. ഭാരിച്ച കാര്യം അന്വേഷിക്കാതെ ആ പാല കൊണ്ട് തകർത്തു എടാ. പാലിന്റെ കാശം കൊടുത്തേക്കണം കേട്ടോ. അങ്ങാടിയിലേക്കാണെങ്കിൽ ഞാനും വരാം. വേണ്ട ശിവ, നീ ചുമടൊന്നും എടുക്കണ്ട. അതൊക്കെ ഇനി അവർ നോക്കിക്കോളും. പണിക്കരേട്ടൻ എന്നെ നിത്യരോഗിയാക്കുകയാണോ? ഇഡലിയൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കോട്ടെ. അല്ല, ഇഡലി പാത്രം തുടച്ച് വൃത്തിയാക്കട്ടെ. വൃത്തിയായിട്ടവൻ ചേട്ടന് വലിയ ഈടില്ലെന്ന ആൾക്കാർ പറഞ്ഞത്. ചേട്ടൻ വിഷമിക്കട്ട. ഈ ലൈലാൻഡ് ലോറിന്ന് ഗ്രീസ് പോകുന്ന പോലെ കുറച്ച് ചോരയല്ലേ പോയുള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഒരു കളരിയാശനുണ്ട്. പാട് മക്കളെ പോലല്ലേ ചോര തുപ്പണത്. പക്ഷെ ആള് തട്ടിപ്പോയി. എന്നാലും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലേ മാവാ? ഇതങ്ങോട്ട് മിഴുങ്ങ്. സാമ്പാർ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ കണി കാണാൻ പറ്റിയ സാധനം. ഏത് വഴിക്കായാലും പോകുന്ന വഴി ചൊവ്വായിരിക്കട്ടെ. ഏതാ ചേട്ടാ ഈ കരിങ്കുരങ്ങൻ? ഞാനോ? ഈ ചേട്ടന് പറയും ചാർജ് എടുത്ത ടീ ഷോപ്പ് ഇൻചാർജ്. നീ അത് പൊളിച്ചെടുക്കണ്ട, തുടച്ച് വൃത്തിയാക്കിയാ മതി. വൃത്തികെട്ടതല്ല മോനെ, വഴി മാറിക്കൊടടാ. പച്ചിലക്കിലെടുത്ത പഴുത്തല കൊഴിയണം. ഹലോ, ആ അതെ, രഘുവാണ്. ആ ആ അതെ ചേട്ടാ. അങ്ങനെ 3 തവണയായി 10,000 രൂപ വെച്ച് അടച്ചാൽ മകനോ മകൾക്കോ 20 വയസ്സാകുമ്പോൾ 50 ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയാണിത്. ഒരു പുതിയ സ്കീമാണ് ചേട്ടാ. അതെ, ഇനി കാലാവധിക്കുള്ളിൽ പോളിസി എടുത്തയാൾ മരണപ്പെട്ടാൽ ഈ 50 ലക്ഷം രൂപ അവകാശിക്ക് ഉടനെ കിട്ടും. ആ ഓക്കെ, ശരി, ഞാൻ അങ്ങോട്ട് വരാം. സാറേ, ചെറിയ തുകയ്ക്കുള്ള എന്തെങ്കിലും ഉണ്ടാവുമോ എനിക്ക് പറ്റിയത്? എന്താ ജോലി? ചെരുപ്പ് കുത്തിയ, പിന്നെ വണ്ടി വലിക്കും, ചായ അടിക്കും. അപ്പോ സ്ഥിര വരുമാനം ഇല്ലല്ലേ? മുടങ്ങാതെ അടയ്ക്കാൻ പറ്റുമോ? എന്റെ മോക്ക് വേണ്ടിയാ. എങ്ങനെയും ഞാൻ അടച്ചോളാം. ശരി, പറ്റിയൊരു പോളിസി ഉണ്ട്. എത്ര അടയ്ക്കണം? അത് ഞാൻ കണക്ക്. രണ്ട് തേങ്ങ. ഒരെണ്ണം മതി. വില ചോദിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. ചേട്ടൻ പൊട്ടിക്കുന്നില്ലേ? ഞാനാണ് പൊട്ടിക്കുന്നത്. രൂപ ഇതിപ്പോ നീ പൊട്ടിച്ചാ മതി. ഒന്ന് വേണമാ, 2 വേണം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു സാർ. എന്നാ? 1. എത്ര ഇതിന്റെ കാശ്? വെറും 10 രൂപ. ഓ കഷ്ടം. കാശ് കൊടുത്ത് മേടിച്ച് വെറുതെ പൊട്ടിച്ച് വേസ്റ്റ് ആക്കുന്ന ഈ സാധനത്തിന് 10 രൂപ. 6 ദിവസത്തെ ചമ്മന്തി അരയ്ക്കാനുണ്ട്. കാശ് കൊടുത്തിട്ട് വാങ്ങിക്കേട്ടാ. അണ്ണാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്നടാ സുന്ദരം, யாரடா இந்த மலையாளத்தை? അറിയില്ലേ? അമ്പലത്തിൽ തൊട്ടിലിട്ടാ വന്നതാ പിള്ളേരുണ്ടാവാനായിട്ട്. ஓஹோ, அப்படியா? எங்க கிட்ட வா.
அந்த பேக் பார்த்தாச்சா? ഓ ஆ. ഓ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ എത്തിയപ്പോ എനിക്ക് എന്തോ പ്രതീക്ഷ ഉള്ളതുപോലെ ദാസേ. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അടുത്ത വരവിന്റെ ചെലവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു ടീ സാപ്പിട്ട് വരല. എന്തിനാ ടീ ആക്കുന്ന? ബൂസ്റ്റ് ആക്കിക്കോ, കയ്യിലെന്റെ കാശുണ്ടല്ലോ. എന്താ സാറേ തൊട്ടിലുകെട്ടിലൊക്കെ എവിടം വരെ ആയി? എന്തേ? അല്ല വല്ല സഹായം വേണമെങ്കിൽ വല്ല കയറോ തുണിയൊക്കെ വാങ്ങാനായിട്ട്. വേണ്ട സുന്ദര, 3 തൊട്ടിലേട്ടന്റെ കാര്യമല്ലേ ഉള്ളൂ. അതെന്റെ ഭാര്യ ചെയ്തോളൂ. തുണിയും കയറും ഒക്കെ അവിടെ കയ്യിലുണ്ട്. ഓ തുണി എന്ന് പറഞ്ഞപ്പോഴാ മുണ്ട് കഴിഞ്ഞ് നീ ഒന്ന് പിടിക്കും അല്ലേ? വേണ്ട, അലമ്പ് ടീമാണ്. ചായക്കട വെച്ച് പരിചയപ്പെട്ടതാ. നീ ഇവിടെ ഒന്നുണ്ടണ്ട. സാറേ എന്താ? സാറിന്റെ കൈ എനിക്കൊരു താങ്ങാവണം. ഞാൻ ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ച ഒരു താങ്ങണമെന്ന്. ഇതിപ്പോ ഇങ്ങോട്ട് ചോദിക്കുമ്പോ അയ്യോ ആ താങ്ങല്ല, ഈ കൊട്ട പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്നാ ചോദിച്ചത്. നീ മിണ്ടായി, ഞാൻ പൊക്കി കൊടുത്തോളാം. മര്യാദയുടെ വഴിക്കാണെങ്കിൽ ഞാൻ മര്യാദയുടെ അപ്പൂപ്പൻ അറിയാം. ഓ എന്നാ പിടിച്ചോ. സാറിന് ക്ഷമിക്കണം, ഞാൻ ആളൊഴിയാന്ന് പറ്റിപ്പോയതാണ്. കുഴപ്പമില്ല. ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. സോറി, ഇത് മറക്കണം. എനിക്ക് ആര് ഉപകാരം ചെയ്താൽ ഞാൻ അപ്പൊ തന്നെ മറക്കും. ഒന്നും വിചാരിക്കരുത് കേട്ടോ. സന്തോഷം, ഒന്നും വിചാരിക്കില്ല. സാറിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്നല്ല, സാറിന് 10 കുട്ടികൾ തിരിക്കട്ടെ. വേണ്ട, ഭയങ്കര ചെലവാണോ? നീ ഇതുവരെ പൊട്ടിച്ചില്ലേ? എറി. അഞ്ചാമത്തെ ചമ്മത്തിക്കോളാം. അയ്യോ, എന്റെ ബാഗ് കാണുന്നില്ല. അങ്ങനെ ബാഗ് ഒപ്പിച്ചു. എന്നാ നീ വിട്ടോ, അണ്ണൻ ഷെയർ വേണ്ടേ? നീയേ വെച്ചിക്കോടാ. എനക്കുള്ള ഷെയർ കിടച്ചാച്ച്. അയ്യോ, എന്റെ പണമല്ല. என்ன சார், என்ன பிரச்சனை? എന്റെ ബാഗ് ഇവിടെ വെച്ചിരുന്നു, ആരോ ஓ മോഷ്ടിച്ചു. அப்படியா? அப்படின்னா அந்த பொண்ணு தான் திருடி ഇവളോ? சார். அது 8 இடத்துல எத்தி இருக்கும். நீங்க போலீஸ் கூப்பிடுங்க. പോലീസ്? உண்மையை சொல்லு, அந்த பேக் எங்கே? சீக்கிரம் சொல்லு, யார்கிட்ட கொடுத்த? ஒரு அடி அடிங்க சார், உண்மை அப்படியே வெளியே வந்துடும். சொல்லடி. അടിക്കരുത് സാർ. വേണ്ട സാർ, പണം പോയെങ്കിൽ പോട്ടെ. കുട്ടികളില്ലാത്ത ദോഷം തീർക്കാൻ വന്നിട്ട് നീ കുട്ടിയുടെ എന്റെ മോളെ അവളത് ചെയ്യില്ല സാറേ. ആ കുഞ്ഞിനെ വിട്ടേക്ക് സാറേ. അതങ്ങോട്ട് കൊടുക്ക. ക്ഷമിക്കണം സാറേ, അറിയാതൊരു അബദ്ധം പറ്റിപ്പോയി. അതെ, കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല. പേടിപ്പിച്ചില്ലേ? ക്ഷമിക്കണേ, ഒരബദ്ധം പറ്റിപ്പോയതാ. കാശ് കയ്യിൽ നിന്ന് പോയ വിഷമത്തിൽ ഞാൻ കണ്ണിച്ചൊല്ല പണിയാ സാർ കാണിച്ചത് കേട്ടോ. ആ വൃത്തികെട്ടവന്റെ വാക്ക് കേട്ട് നിങ്ങളൊരു പിഞ്ചു കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയല്ലോ സാറേ. കുഞ്ഞുങ്ങളുടെ മനസ്സ് നോവുമ്പോഴുള്ള ഒരു തന്തയുടെ വേദന അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എന്റെ സാറേ, ആ ശിവനുണ്ടല്ലോ, അവനൊരു സൂക്കേടുകാരനാ. എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. ആ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് ആദ്യം പിടിച്ച് നടക്കുന്നതിനിടയിലായി ഈ അമ്പലത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് തൊട്ടിൽ കെട്ടാൻ നടക്കുന്നു. ദേവി പൊറുക്കുവോ സാറേ? ദേവി പ്രസാദിക്കുവോ സാറേ? ഇതൊരു സാമ്പിൾ വെടിക്കട്ടെ. രക്ഷപ്പെട്ടാച്ചില്ല, കവലപ്പെട വേണം. இன்னும் வரும், பாம்பு வரும், அதுக்கப்புறம் மிசைல் வரும். உன்னை நான் விட போறதில்லை. இந்த பெண் குழந்தை மாமா வரட்டுமாடா கண்ணு? திருட்டு போயல, வெளியே போடா கழுத, போடா. അതാ ഗൗരി മനസ്സല്ലേ, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യോ? யாரு பறஞ்சிட்டாயாலும் நீ அந்த குழந்தைகிட்ட அப்படி சேர்ந்திருக்க கூடாதுடா. போதும், இந்த ஏரியாவில் உன்னை பார்க்க கூடாது. நாடோடி சொல்லி ஊர் மக்கள் நம்ம கேவலமா பேசுறாங்க. அதுக்கு காரணம் யார் தெரியுமா? உன்ன மாதிரி திருட்டு பசங்க தான். வெளியே போடா சோம்பேறி நாயே. ഇവിടുന്ന് പോയാലും ഞാൻ പട്ടിണി കിടന്ന് ചാവുന്ന നിങ്ങളാരും വിചാരിക്കണ്ട. ഇതിനൊക്കെ കേരളത്തിൽ നല്ല മാർക്കറ്റാ. ഞാൻ അവിടെ സന്തോഷമായിട്ട് ജീവിക്കും.
ബൊമ്മ വേണമാ? എന്റെ സ്വപ്ന സങ്കല്പത്തിലെ റാണിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് കാര്യം തുറന്നു പറഞ്ഞേക്കാം. എക്സ്ക്യൂസ് മീ, അവിടെ ഇന്നൊരു കാര്യം പറയട്ടെ. എന്താ പേര്? താമര. നൈസ് നെയിം. പക്ഷെ മുഖം കണ്ട ചെമ്പരത്തി ആണെന്നേ തോന്നുന്നു. ഞാൻ ചെമ്പരത്തിനെ വിളിക്കൂ. യു ആർ ബിജുക്കുട്ടൻ. ഞാൻ എന്നെ വേണം. ഇപ്പൊ ഒന്നും വേണ്ട. അവസാനം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത്. വീട്ടിൽ ഞങ്ങൾ മൊത്തം 10 മക്കളാണ്. 6 പെണ്ണും 5 ആണും. സോറി, 5 ആണും 6 പെണ്ണും. ഭാഗ്യം എന്ന് പറയട്ടെ, ആരും കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ പപ്പായും അമ്മായും പറയുന്നത് വീട്ടിൽ പഠിക്കാൻ കൊടുക്കാൻ ഞാനാണെന്നാണ്. ഞാൻ 4ാം ക്ലാസ് പാസ്സാണ്. കുട്ടി ഞെട്ടിപ്പോയല്ലേ? ബൈ ദ ബൈ, എനിക്കൊന്നേ അറിയാനുള്ളൂ, എന്നെ ഇഷ്ടമാണോ? നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടായി. ചെല്ലടാ, അവളെ കൂടെ തന്നെ ചെല്ലടാ. അതുകൊണ്ട് അവൾക്കൊരു ഗുണമുണ്ട്. എന്ത് ഗുണം? അവൾക്ക് കണ്ണു തട്ടാണ്ട്. ചെല്ലടാ, അങ്ങോട്ടല്ലടാ, അങ്ങോട്ട് ചെല്ലടാ. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് വെച്ചാൽ നിന്റെ കാര്യം കട്ടപ്പോ. താങ്ക് യു. ഇങ്ങനെ പോയി തളർന്ന ഒരു നടക്കൊന്നും പോവൂല. പനിയായിട്ടിവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കല്ലേ. ചായയും വടിയും കൊണ്ട് സൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുക അവള്. സൽക്കരിക്ക്. പനി കുറവുണ്ടോ ശിവ? ചായ ഉഴുന്നുവടി. പനിക്കുന്നില്ല, കഴിച്ചാ മതി. അല്ല, വേണ്ട സമയത്ത് ഒരു 2ാം കെട്ട് കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലവരെയും ബുദ്ധിമുട്ടിക്കണായിരുന്നോ? എന്നിട്ട് കാളിയമ്മ ഒരു കെട്ടുപോലും കെട്ടിയില്ലല്ലോ. കെട്ടിയിരുന്നെങ്കിലേ കെട്ടുവനെ കെട്ടിച്ചനെ. ഈ കെട്ടിയിരിക്കുന്ന വേഷത്തിനപ്പുറം ഇനി എന്ത് കെട്ടാനാടി? പുറമ്പോക്കിന് താവളോർപ്പിച്ച് കിടക്കുന്ന നിന്നെയൊക്കെ ആണടി ആദ്യം ഒന്ന് കെട്ടിയിറക്കാനുള്ളത്. കെട്ടിക്കാവടി നിന്നെയൊക്കെ ഇവിടുന്ന്. കാണിച്ചു തരാവടി. ഈശ്വര, എന്താ ഇത്? போடா டேய். வாட கண்ண வா 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 வா. அழாது பாப்பா அழாது. என்ன பயந்து போச்சா? பயப்பட வேணாம், பயப்பட வேணாம். நான் உன்னோட மாமா, கௌரிய மாமா, ஓ அப்பாவோட ஃப்ரெண்டு, உயிர் நண்பன். மாமாவுக்கு ஒரு முத்தம் கொடு பாப்பா, முத்தம் கொடு. மாமாவுக்கு முத்தம் கொடுத்தா உனக்கு நிறைய சாக்லேட் கொடுப்பேன். பைக்ல ஊர் சுத்திடலாமா? ஏய், சத்தம் போடாத. நான் என் மீனாட்சி கிட்ட விளையாடிட்டு இருக்கேன். ஓ அப்படின்னா போ பாப்பா, போ, பார்த்து போ. அம்மா கோவம் இருக்கு. அடுத்த வாட்டி நீ என் கூட தான் வரும். வந்து தான் ஆகணும். അച്ഛാ ചോര. അച്ഛാ, അച്ഛന്റെ കാലിലുണ്ട്. കാലിലൊന്നുമില്ല. എന്താ കരയുന്നേ? വേദനയുണ്ടോ അച്ഛാ? വേദനയൊന്നുമില്ല. അതെന്താ വേദന ഇല്ലാത്തേ? മോൾ അച്ഛന്റെ കൂടെ ഉള്ളത് കൊണ്ട്. മോളില്ലെങ്കിലോ? മോളില്ലെങ്കിൽ അച്ഛൻ വേദന കൊണ്ട് ചത്തു. വേണ്ട, അച്ഛൻ ചാകണ്ട, അച്ഛൻ ചാകണ്ട. ഉമ്മ. പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ, ആ പോട്ടെ പോട്ടെ. ആ പോരെ 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 പോരെ. ആ പോട്ടെ. ആ ഓക്കെ. ആ വയൽപ്പെട്ടി വയൽപ്പെട്ടി വയൽപ്പെട്ടി.
ആളിറങ്ങി പോരും പോരട്ടെ ബാലൻസ് കൃത്യമായിട്ട് ചോദിച്ചു മേടിക്കണേ. മിഠായി തീർന്നിരിക്കുകയാണെന്ന്. സാറേ ബാലൻസ് വേണ്ടേ? മോളെ മീനാക്ഷി പിണക്കോ? അയ്യോ മോള് പിണങ്ങിയ ഉഷാന്റിക്ക് സങ്കടാവും. ആട്ടെ ഒരു കൂട്ടം തന്നാ പിണക്കം മാറോ? സന്തോഷായോ? ഇനിയെങ്കിലും ഒന്ന് അമ്പലത്തിലേക്ക് വന്നൂടെ? ഇനി ഞാൻ അമ്പലത്തിലേക്ക് വന്നാൽ ദൈവകോപം ഉണ്ടാവും. എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ആ പണിക്കരെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, സാറ് പറഞ്ഞു വരുന്നത് ശിവന്റെ മകള് മീനാക്ഷിയുടെ കാര്യം തന്നെയാ. ഞങ്ങൾ ഒരേ മനസ്സോടെ തീരുമാനിച്ചതാ. ചിലപ്പോൾ ഇതാകാം ദൈവഹിതം. കുട്ടികളില്ലെങ്കിൽ എന്ത് എന്ന് ഭാവിച്ച് കിടന്നു. ദൈവത്തെ നിഷേധിച്ചു ഒക്കെ ഭാര്യയുടെ കണ്ണി പൊടിയിടാൻ. ഒരു തുണിക്കട, 2 സ്വർണ്ണക്കട. എന്തുണ്ടായിട്ടെന്താ? അച്ഛാന്നൊരു വിളി. ആശിക്കണ്ടെന്ന് സകല ഡോക്ടർമാരും പറഞ്ഞു. ഇപ്പൊ ഉറപ്പായി. അമ്പലത്തിൽ കയറിയിട്ടില്ലെങ്കിലും ഞാൻ നെഞ്ചുപൊട്ടി വിളിക്കുന്നുണ്ടോ പണിക്കരെ? അത് ദേവി കേൾക്കാതിരിക്കുവോ? ഞാനും കൂടി തളർന്ന പിന്നെന്ത് ജീവിതമാണ് പണിക്കരെ? പണിക്കരെ പറഞ്ഞാൽ ശിവൻ അനുസരിക്കും, ഇല്ലെങ്കിൽ അനുസരിപ്പിക്കണം. ഞാൻ എങ്ങനെ പറയും സാറേ? എത്ര ഗതികെട്ടാലും സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും... അതൊക്കെ ശരിയാ. ഞങ്ങളുടെ അവസ്ഥ ഓർത്തിട്ടെങ്കിലും പണിക്കരെ. ശിവ, എന്താ ശിവ? എന്താ നീ കാണിച്ചേ? നീ ആ കുഞ്ഞിനെ വിഷമിപ്പിക്കാതെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ശിവ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി പണിക്കരേട്ടാ എന്നോടിത് പറയാൻ? എന്റെ മീനാക്ഷി കുട്ടിയെ കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഇല്ല, നമ്മൾ ഇവിടെ ആർക്കും കൊടുക്കുന്നില്ല. പോരെ ശിവ, ഇതൊന്നും ആലോചിച്ച് നീ മനസ്സ് വിഷമിപ്പിക്കരുത്. തരത്തില്ല ഞാൻ. നീ അവളെ കൊണ്ട് കൊടുക്കും ശിവ. വേറെ ആരുമല്ലോ, നമ്മുടെ താമരയല്ലേ. ചെല്ലുമോളെ. മുഴുവൻ എറിഞ്ഞ് ഉടച്ചിട്ടും ചെല്ല, ഇതെന്നാന്ന് പാര്. അച്ഛനെ ആർക്കെങ്കിലും കൊടുക്കോ? അഴാതമ്മ, കവലപ്പെടാതെ. ശിവണ്ണ ഉന്നെ ആർക്കും കൊടുക്ക മാട്ടെ. മീനാക്ഷിയെ കൊടുക്കില്ലല്ലേ? ഇല്ല, കനക എനിക്ക് തന്നതാ, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. എന്റെ മുത്ത്, എന്റെ ജീവൻ. കൊടുക്കത്തില്ല ഞാൻ. നീ കൊടുക്കണ്ട, അവരെടുത്തോളും. ആരെടുക്കുമെന്ന്? ലോകത്തിന് പെണ്ണായാ മതി മോനെ. പ്രായമൊന്നും നോട്ടമില്ല. ആ ഗൗരിയുടെയും കൂട്ടുകാരുടെയും പിടിയിൽ നിന്ന് തൽക്കാലം മീനാക്ഷി രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും വരുമാര് വന്നാ തൊടിക്കത്തില്ല ഞാൻ. എത്ര ദിവസം നിനക്കതിന് കഴിയും? നിന്റെ ശബ്ദത്തെ പോലെ ഓട്ട വീണ് കഴിഞ്ഞു. മീനാക്ഷി വളരെയാണ് മോനെ. വേണ്ട സമയത്ത് അവളുടെ രക്ഷയ്ക്കെത്താൻ നിനക്ക് കഴിയാതെ വന്ന അതോടെ കണ്ടിട്ട് ചത്താ മതിയെങ്കിൽ നിന്റെ ഇഷ്ടം.
പ്രായം തികയും മുമ്പ് ഞാൻ അമ്മയായടാ. ജനിച്ചത് പെങ്കൊച്ചായതുകൊണ്ട് മാത്രം കൊന്നുകളഞ്ഞു. ഈ കൈ കൊണ്ട് ഇങ്ങനെ ഞെരിച്ച് ഇന്ന് വരെ ഒരാളോടും പറയാത്ത രഹസ്യം. അന്ന് മുതലാടാ ഞാൻ ഈ ഭ്രാന്തിയുടെ കോലം കെട്ടാൻ തുടങ്ങിയത്. ആയുസെത്തി മരിക്കുന്നത് വരെയെങ്കിലും ഒരുത്തനടുക്കാതിരിക്കാൻ. മീനാക്ഷിയെ കണ്ടുകൊണ്ട് മരിക്കാനായിരിക്കും നിന്റെ മോഹം. കൊള്ളാം, പൊയ്ക്കോ പൊയ്ക്കോ. പക്ഷേ അതിനുശേഷം അവളുടെ വിധി എന്തായിരിക്കും എന്നുകൂടി പറഞ്ഞിട്ട് പോ. സോർത്തനാടാ നീ, മുടിഞ്ഞ സോർത്തൻ. പോവാ. ഇനി ഇവിടെ നടക്കുന്നതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ലടാ. പോവാ പോവാ, ഞാൻ പോവാ. അനുവാദം ചോദിക്കാൻ വന്നതാ. 3 വെള്ളിയാഴ്ച മുടങ്ങാതെ തൊഴുത് തൊട്ടില് കെട്ടിയപ്പോ ദേവി തന്നതാ മീനാക്ഷിയെ. ഞങ്ങൾക്ക് കിട്ടിയ പുണ്യം. മനസ്സുകൊണ്ട് മീനാക്ഷിയെ ദേവിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക പണിക്കരേട്ട. മുടങ്ങാതെ തൊഴുത് തൊട്ടിൽ കെട്ടിയിട്ടും കുട്ടികളെ കിട്ടാത്തവർക്ക് ദേവി അവളെ കൊടുത്തോട്ടെ. ശിവ, മീനാക്ഷിക്ക് ഒരു അഭയം കിട്ടുമെങ്കിൽ ഞാൻ അതിന് തടസ്സം നിൽക്കില്ല. നിനക്കും കനകത്തിനും കിട്ടാതെ പോയ ഭാഗ്യങ്ങളൊക്കെ ദേവി മീനാക്ഷിക്ക് നൽകും. ആ നിയോഗം ദേവി ഏൽപ്പിച്ചിരിക്കുന്നത് മേനോനെയും ഭാര്യയുമാണെന്ന് കരുതാൻ. എന്റെ കനകം എന്നെ വിട്ടു പോയില്ലേ പണിക്കരേട്ട, അത് ഞാൻ സഹിച്ചില്ലേ. പക്ഷേ എന്നെ കാണാതെ എന്റെ ചൂടും പറ്റി കിടക്കാതെ എന്റെ മീനാക്ഷി. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. എല്ലാം ദേവി നോക്കിക്കോളും. എപ്പോഴും മീനാക്ഷി പിന്നാലെ അലഞ്ചിട്ടിരിക്കാൻ ആനാ ഇവളെ എനിക്ക് കൊടുക്കാൻ ശിവണ്ണന് തോന്നില്ലേയാ. ഒരു വാർത്ത കൂടെ എന്നോട് പറഞ്ഞില്ല. ഉങ്ങൾക്ക് ഞാൻ യാരുമല്ലയാ. ഒരു കൊല്ലം കൂടെ ജീവിച്ച പൊണ്ണിനെ നനച്ച് ഒരായുസ് മുഴുവൻ എരിഞ്ഞടങ്ങുന്ന ശിവണ്ണന്റെ മനസ്സ് എന്ത് പൊണ്ണും ആഗ്രഹിക്കും. അന്തൊരു തപ്പ് താൻ ഞാൻ ചെയ്തത്. ഒരു സ്ഥാനവും എനിക്ക് വേണ്ട.
தயவு செய்து இந்த முத்தினை எனக்கு கொடுங்க. നാടില്ലാതെ ഒരു തെണ്ടികളാ ഞങ്ങള്. കൊല്ലത്തേക്ക് ഒരു പ്രാവശ്യം இந்த ஊருக்கு വരുമ്പോ പെരിയ സന്തോഷമാ. മീനാക്ഷിയെ കാണാമല്ലോ എന്ന്. ഇനി താമരയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയ്ക്ക് മീനാക്ഷി നിനക്കൊരു തടസ്സമായിക്കൂടാ. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും മീനാക്ഷി നിനക്കൊരു ഭാരമാവും. അതുകൊണ്ടാ ഉഷമായും ദാസമാമയും എപ്പോഴാ വരിക അച്ഛാ? ശാന്തമ്മായി പറഞ്ഞു ഇപ്പൊ വരുമെന്ന്. ഞാൻ പോയാല് അച്ഛന് സങ്കടാവോ? ഞാൻ പോകുമ്പോ അച്ഛൻ കരയോ? ഇതെല്ലാം എടുക്കണം. അവങ്ക എന്നെ വേണമെങ്കിലും വാങ്ങിത്തരും. എനിക്കിതെല്ലാം എന്റെ അച്ഛൻ വാങ്ങി തന്നതല്ലേ? ഇത് ശിവനെ ഏൽപ്പിക്കണം. എന്താ ഇത്? വലിയ തുകയൊന്നുമില്ല, ഞങ്ങളാൽ കഴിയുന്നത്. ഒന്നും കൊടുക്കാതെ എങ്ങനെയാ? അവന്റെ ചങ്കാണ് സാർ പറിച്ചു തരുന്നത്. അതിന് വില നിശ്ചയിക്കാൻ സാറിന് പറ്റുമോ? അയ്യോ, അങ്ങനല്ല. അയാൾക്ക് നല്ല ചികിത്സ കിട്ടാൻ ഇത് ഉപകരിക്കുമെങ്കിൽ. ഇനി ഒന്നുകൊണ്ടും രക്ഷയില്ല സാർ. സാർ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അതാണിപ്പോൾ അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം.
വാ മോളെ. അച്ഛനെയും കൊണ്ടുപോണം. അച്ഛനെയും കൊണ്ടുപോണം. അച്ഛനെ കാണണം. എനിക്ക് അച്ഛനെ കാണണം. അച്ഛാ. അച്ഛനെ കാണണം. എനിക്ക് അച്ഛനെ കാണണം. അച്ഛനെ കാണണം. എനിക്ക് അച്ഛനെ കാണണം. അച്ഛാ. ഓ